നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ലോക വാർത്തകൾ വളരെ വേഗം. ഗസയിൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനൂസ്, റഫ എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായി. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾക്കായി വ്യാപക തെരച്ചിൽ. റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇതിനായി സഹായം വാഗ്ദാനം ചെയ്തു. ഗസയിൽ വിദേശ സൈനിക വിന്യാസത്തിനുള്ള നടപടികൾ തുടരുന്നതായി അമേരിക്ക അറിയിച്ചു. അറബ് മുസ്ലിം രാജ്യങ്ങളെയാണ് ഇതിനായി അമേരിക്ക പ്രേരിപ്പിക്കുന്നത്. ദക്ഷിണ ലബനാന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പരമാധികാര രാഷ്ട്രമാണെന്നും സുരക്ഷാ കാര്യങ്ങളിൽ സ്വന്തം തീരുമാനങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഗസയിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളുടെ സൈന്യങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന കാര്യത്തിൽ ഇസ്രായേൽ തീരുമാനമെടുക്കുമെന്നും നെതന്യാഹു. ഗസ വിഷയത്തിൽ US അമിതമായി ഇടപെടുന്നുവെന്ന വിമർശനങ്ങൾക്കിടെയാണ് നെതന്യാഹുവിന്റെ പരാമർശം. ദേശീയ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ. ഗസയിൽ താമസിക്കുന്ന വ്യക്തികൾ ഗസയുടെ ഭരണം കൈകാര്യം ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്നും ഹയ്യ വ്യക്തമാക്കി. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമാസ് നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US ചൈന വ്യാപാര കരാറിന് രൂപരേഖയായി. തർക്കവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണയായെന്നാണ് ചൈന അറിയിച്ചത്. വ്യാപാര കരാറിന് വഴിയൊരുങ്ങിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. സമീപഭാവിയിൽ ചൈന സന്ദർശിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ദക്ഷിണ കൊറിയയിലെത്തുന്ന ട്രംപിനെ കാണുമോ എന്നത് ഷീ ജിൻപിങ് സ്ഥിരീകരിച്ചിട്ടില്ല. പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ച് റഷ്യ. 14,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത്. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ആയുധമാണിതെന്ന് പുടിൻ പറഞ്ഞു. ശക്തിയേറിയ ആണവ മിസൈൽ 15 മണിക്കൂറോളം വായുവിൽ പറക്കാൻ ശേഷിയുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും മഹത്തായ മനുഷ്യരെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം US ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച ശേഷമായിരുന്നു ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നടന്ന കവർച്ചയിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായ 2 പേരും ഫ്രഞ്ച് പൌരന്മാരാണെന്നാണ് വിവരം. പാരീസ് ചാൾസ് ഡി ഗല്ലി വിമാനത്താവളത്തിലാണ് പിടിയിലായത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ കസ്റ്റഡിയിലായത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചേക്കുമെന്ന് സൂചന നൽകി മുൻ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. ഭാവിയിൽ ഒരു വനിതാ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലെത്തുമെന്ന് ഉറപ്പുണ്ടെന്നും അത് തന്റെ കൊച്ചുമക്കളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമെന്നും കമല ഹാരിസ് BBC-യോട് പറഞ്ഞു. സൗദിയിലെ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടുകളുടെ വിതരണം തുടങ്ങി. ജിദ്ദ കോൺസുൽ ജനറൽ ഡിജിറ്റൽ പാസ്പോർട്ടുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പുതുതായി അപേക്ഷിക്കുന്നവർക്കാണ് ഇനി മുതൽ പാസ്പോർട്ടുകൾ ലഭ്യമാവുക.